ബഷീർ ദിന ക്വിസ്. ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം എന്നാണ്? ഉത്തരം 1908 ജനുവരി 21. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേര്? ഉത്തരം കൊച്ചു മുഹമ്മദ്. ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരം പിതാവ് കായ് അബ്ദുറഹിമാൻ സാഹിബ്, മാതാവ് കുഞ്ഞാത്തുമ്മ. ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം. ബഷീർ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 5. ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആരായിരുന്നു? ഉത്തരം ബഷീർ തന്നെ. ബഷീറിൻ്റെ സഹോദരങ്ങൾ ആരൊക്കെ? ഉത്തരം അബൂബക്കർ, അബ്ദുൽ ഖാദർ, ഹനീഫ, ഫാത്തിമ. അനുഗ്രഹീതനായ ബഷീർ ഇത് ആരുടെ രചനയാണ്? ഉത്തരം തരകൻ KM. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിൻ്റെ നായകവേഷത്തിൽ അഭിനയിച്ചത് ആരായിരുന്നു? ഉത്തരം മധു. ബഷീർ എഴുതിയ ഏക നാടകം ഏതാണ്? ഉത്തരം കഥാബീജം. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നോവലിലെ നായിക നായകന്മാർ ആരൊക്കെയാണ്? ഉത്തരം സാറാമ്മയും കേശവൻ നായരും. നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? ഉത്തരം ഭാർഗവീ നിലയം. സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീർ കൃതി ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. NN കാരശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള പാട്ട് കാവ്യത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ബഷീർ മാല. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1977. MB പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1991. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏതാണ്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1946. ബഷീർ വിവാഹിതനായ വർഷം? ഉത്തരം 1958. തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ ഏത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. P. ഭാസ്കരൻ സംവിധാനം ചെയ്ത ബഷീറിൻ്റെ നോവൽ ഏതാണ്? ഉത്തരം ബാല്യകാലസഖി. ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ഉള്ളത് ഏത് പുസ്തകത്തിലാണ്? ഉത്തരം ബാല്യകാലസഖി. ചെവിയോർക്കുക അന്തിമ കാഹളം എന്ന പ്രഭാഷണം പ്രസിദ്ധീകരിച്ച വർഷം? 1992. സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്ന് അറിയപ്പെടുന്ന ബഷീറിൻ്റെ കൃതി ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. ബഷീർ രചിച്ച VT നന്ദകുമാർ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ പുസ്തകം ഏതായിരുന്നു? ഉത്തരം നേരും നുണയും. മരണത്തിൻ്റെ നിഴൽ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1951. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ നായിക ആരായിരുന്നു? ഉത്തരം വിജയ നിർമ്മല. മതിലുകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1965. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത്? ഉത്തരം ഭഗത് സിംഗ്. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരുകൂടിയുള്ള ബഷീറിൻ്റെ കൃതി ഏതാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്.
ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ റൊണാൾഡ് ആഷർ. ശിങ്കിടിമുങ്കൻ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1991. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ്? ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ഓർമ്മക്കുറിപ്പ് എന്ന ചെറുകഥ ബഷീർ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1946. ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ച വർഷം? ഉത്തരം 1992. മതിലുകൾ എന്ന സിനിമയിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ആരായിരുന്നു? ഉത്തരം KPAC ലളിത. ൻ്റെ പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1951. ബഷീറിൻ്റെ ചിത്രം പതിച്ച 5 രൂപ സ്റ്റാമ്പും 2 രൂപയുടെ പ്രഥമദിന കവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എപ്പോഴാണ്? ഉത്തരം 2009 ജനുവരി 1. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ഏതാണ്? ഉത്തരം മതിലുകൾ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ എടിയെ എന്ന രചനയിൽ സഹായിച്ച വ്യക്തി ആരാണ്? ഉത്തരം താഹ മാടായി. നീലവെളിച്ചം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1964. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം ഭാർഗവി നിലയം, ബാല്യകാലസഖി. ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതി ഏതാണ്? ഉത്തരം ഇമ്മിണി ബല്യ ഒരു ബഷീർ. തൻ്റെ ഒരു സഹപ്രവർത്തകനെക്കുറിച്ച് ബഷീർ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഏതാണ് ആ സഹപ്രവർത്തകൻ? ഉത്തരം MP പോൾ. ഓർമ്മയുടെ അറകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1973. ബഷീർ എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം സുവാർത്ത നൽകുന്നവൻ.